നികുതി അടയ്ക്കാത്ത വിഷയത്തിൽ കോൺഗ്രസിനെതിരെ നടപടി കടുപ്പിച്ച് ആദായ നികുതി വകുപ്പ് 2020 മുതൽ 2022 വരെയുള്ള നികുതി കുടിശ്ശിക അടയ്ക്കണമെന്ന് കാണിച്ച് വീണ്ടും നോട്ടീസ് നൽകി. 2017 മുതൽ 2021 വരെയുള്ള സാമ്പത്തിക വർഷങ്ങളിലെ നികുതി കുടിശ്ശികയും പിഴയും തീർപ്പാക്കുന്നതിന് ഇന്നലെ നോട്ടീസ് നൽകിയിരുന്നു. ആദായ നികുതി വകുപ്പിന്റെ നടപടികൾക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചതിന് പിറകെയാണ് കോൺഗ്രസിന് വീണ്ടും നോട്ടീസ് നൽകിയത്. 2020 മുതൽ 2022 വരെ 2 സാമ്പത്തിക വർഷങ്ങളിലെ നികുതി കുടിശ്ശിക അടയ്ക്കണമെന്ന് കാണിച്ചാണ് പുതിയ നോട്ടീസ്. 2017 മുതൽ 2021 വരെയുള്ള സാമ്പത്തിക വർഷങ്ങളിലെ നികുതി കുടിശ്ശികയും പിഴയുമായി 1823 കോടി രൂപ അടയ്ക്കാൻ കഴിഞ്ഞ ദിവസം നോട്ടീസ് നൽകിയിരുന്നു. 2014 മുതൽ 17 വരെയുള്ള കാലത്തെ 520 കോടി രൂപ നികുതി അടയ്ക്കണമെന്ന് മുൻപ് കോൺഗ്രസിന് നോട്ടീസ് നൽകിയതാണ്. ആദായ നികുതി വകുപ്പിന്റെ നടപടികൾക്കെതിരെ കോൺഗ്രസ് നൽകിയ ഹർജി കഴിഞ്ഞ ദിവസം ഡൽഹി ഹൈക്കോടതി തള്ളിയിരുന്നു. രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിക്കുന്ന നികുതി ഇളവിന്റെ ആനുകൂല്യത്തിൽ പരിധി ലംഘിക്കുന്ന പണമിടപാട് കോൺഗ്രസ് നടത്തിയെന്നും നിയമപ്രകാരമുള്ള നികുതി അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്നുമാണ് ആദായ നികുതി വകുപ്പ് കോടതിയെ അറിയിച്ചത്. വർഷങ്ങളായി നികുതി വെട്ടിപ്പ് നടത്തിയതിന്മേൽ കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ടുകൾക്ക് നേരെയും ആദായ നികുതി വകുപ്പ് നടപടി ആരംഭിച്ചിരുന്നു. ജനം, ഡൽഹി.